ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണിത്. മുൻ എപ്പിസോഡ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. 7ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് വിച്ച് ഹണ്ട് എന്ന ഗെയിം സ്റ്റാർട്ട് ആയിരിക്കുന്നതാണ്. അതോടെ അഗൂനിയുടെ പിള്ളേർ ഇവരെ കൊന്നവരെ ഉടൻ തന്നെ കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ പെണ്ണ് അങ്ങോട്ടേക്ക് വരികയും അവളെ പരിശോധിക്കാനും തുടങ്ങുന്നു. ഇതിനിടെ അവിടെ നിൽക്കുന്ന ആൾക്കാര് നീയല്ല അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചല്ലേ, നീയാണോ അവളെ കൊന്നേ എന്ന് അവർ ചോദിക്കുമ്പോൾ അഗൂനിയുടെ ശിങ്കിടിയായ നിരാഗി അവളെ ഭീഷണിപ്പെടുത്താനും തുടങ്ങുന്നു. അതോടെ ഇവളെ പിടിച്ച് തീയിലിടടാ എന്ന് പറയുമ്പോൾ ഹാറ്ററിന്റെ കൂടെയുള്ള പെണ്ണ് അങ്ങോട്ടേക്ക് വരികയും അവളെ വെറുതെ വിടാൻ പറയുകയും ചെയ്യുന്നു. അതോടെ ഉസാഗി, നിങ്ങൾ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ എന്താ ചെയ്തിരുന്നേ എന്ന് എല്ലാവർക്കും പറയാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ നിരാഗി അങ്ങോട്ടേക്ക് വരികയും ഞാൻ നിന്നെ ഉപദ്രവിക്കുകയായിരുന്നു എന്നും അവൻ പറയുന്നു. അതോടെ ഹാറ്ററിന്റെ കൂടെയുള്ള ആൻ എന്ന പെണ്ണ് നിങ്ങൾ 1 മണിക്കൂർ മുന്നേ എന്താ ചെയ്തതെന്ന് എല്ലാവരും പറയണം എന്ന് അവൾ പറയുമ്പോൾ അവളുടെ കയ്യിൽ രക്തമുണ്ടെന്ന് ഒരാൾ വിളിച്ചു പറയുന്നു. അതോടെ നിരാഗി ഇവളാണ് വിച്ച് എന്ന് പറയുമ്പോൾ ഇത് ഹാറ്ററിന്റെ ബ്ലഡ് ആണ് എന്ന് പറയുകയും ഞാൻ കുറച്ചു മുന്നേ ഹാറ്ററിനെ ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു, അവന്റെ ബോഡിയിൽ നിന്നും ഈ ബുള്ളറ്റ് എനിക്ക് കിട്ടി, ഇത് ബീച്ചിൽ ഉപയോഗിക്കുന്ന ഗണ്ണിലെ ബുള്ളറ്റാണ് എന്നും ആൻ പറയുന്നു. അതോടെ ഒരു പെൺകുട്ടി ബീച്ചിൽ ഗൺ ഉപയോഗിക്കുന്നത് അഗൂനിയുടെ ആൾക്കാരല്ലേ, അപ്പോ അവരായിരിക്കും കൊലയാളികൾ എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്നും അഗൂനിയുടെ ശിങ്കിടി വാളെടുത്ത് അവളെ കുത്തുന്നു. അതോടെ അവൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു. ഇതിനിടെ അഗൂനി അങ്ങോട്ടേക്ക് വരികയും നമ്മളിൽ ഒരാൾ വിച്ചാണെങ്കിൽ അയാൾ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാത്തിനെയും തീയിലിട്ട് കത്തിക്കുമെന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ പേടിച്ച് ഓടുന്നു. അതോടെ ഉസാഗി അവിടെയുള്ള പെൺകുട്ടിയെയും കൂട്ടി അരിസുവിന് ഒരു ഫോണും എടുത്തതിന് ശേഷം അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇതിനിടെ ഒരുത്തൻ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കൊലയാളിയെ കണ്ടെത്താൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവനെ നിരാഗി കൊല്ലുന്നു. ശേഷം അഗൂനി അവനെയും അങ്ങ് കത്തിക്കട എന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനിടെ അരിസുവിനെ കാണിക്കുകയും അവൻ ഇതൊന്നും അറിയാതെ റൂമിൽ ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് അഗൂനിയുടെ ആൾക്കാർ എല്ലാവരെയും ഓടിച്ചിട്ട് കൊല്ലുകയാണ്. ശേഷം കാണിക്കുന്നത് ഉസാഗിയാണ്. അവളങ്ങനെ അരിസുവിനെ നോക്കാൻ വേണ്ടി ഓടുമ്പോൾ ടൈഗർ ഗെയിമിൽ വെച്ച് കണ്ട പയ്യനെ കാണുകയും ഞാനും അരിസുവിനെ നോക്കാൻ സഹായിക്കാമെന്ന് പറയുന്നു. അതോടെ അവർ അവരുടെ അടുത്ത് നിന്ന് വെടിയൊച്ച കേൾക്കുകയും അതോടെ അവർ വീണ്ടും ഓടാനും തുടങ്ങുന്നു. ശേഷം കാണിക്കുന്നത് ഓരോരുത്തരെയായി തീയിൽ ഇട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അഗൂനിയും നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനിടെ ഷുൻഡാരോയും കുയിനെയും CCTV ശ്രദ്ധിക്കുമ്പോൾ ആരോ ഒരു റൂമിൽ കയറി ടോർച്ചടിച്ച് എന്തോ പരിശോധിക്കുകയാണ്. ഇതേസമയം അഗൂനിയുടെ ഒരു ശിങ്കിടി ആരും റൂമിൽ ഒളിക്കാതിരിക്കാൻ എല്ലാ റൂമിലും കയറി തീയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ വീണ്ടും ഉസാഗിയെ കാണിക്കുകയും അവർ 4 പേരും അരിസുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു റൂമിൽ അഗൂനിയുടെ ശിങ്കിടി ഒളിച്ചിരിക്കുന്നത് കാണുന്നു. ഇയാൾ അഗൂനിയുടെ ഒപ്പം കൂടിയത് മരിക്കാതിരിക്കാനാണ്. ഒരുപാട് ആളെ കൊല്ലുന്നത് കണ്ട് അയാൾക്ക് പേടി വന്ന് ഒളിച്ചിരിക്കുകയാണ് ഇവിടെ. അതോടെ ഉസാഗി അരിസു എവിടെയെന്ന് അയാളോട് ചോദിക്കുകയും അവൻ മെയിൻ ബിൽഡിംഗിലെ 4th ഫ്ലോറിലോ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനിടെ പുതിയ പയ്യന്റെ കൂട്ടുകാരനെ ഒരു പെൺകുട്ടി വെടിവെച്ചിടുകയും അതോടെ അവൻ അവളെ അടിച്ച് അവളുടെ ബോധം കെടുത്തുന്നു. ഇതിനിടെ കൊയിന ടോർച്ച് അടിക്കുന്ന പെണ്ണിന്റെ അടുത്തേക്ക് എത്തി നോക്കുമ്പോൾ അത് ആനാണ്. നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ക്വീന ചോദിക്കുമ്പോൾ ഞാൻ സൂപ്പർ ഗ്ലൂ നോക്കുകയാണ്, അതുണ്ടെങ്കിൽ അവളെ കുത്തിയ കത്തി വെച്ചിട്ട് നമുക്ക് ആളുടെ ഫിംഗർ പ്രിന്റ് എടുക്കാം, അങ്ങനെ ആളെ കണ്ടെത്താമെന്നും അവൾ പറയുന്നു. ശേഷം അവൾക്ക് അവിടെ നിന്നും സൂപ്പർ ഗ്ലൂ കിട്ടുകയും അവർ അവിടെ നിന്നും നടക്കാനും തുടങ്ങുന്നു. ഇതിനിടെ ക്വീന അവളോട് നീ ഇതിനു മുന്നേ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥയാണെന്നും അവൾ പറയുന്നു. ഇതിനിടെ അഗൂനിയുടെ ഒരു ശിങ്കിടി അങ്ങോട്ടേക്ക് എത്തുകയും അതോടെ ക്വീന നീ പോയിക്കോ, ഇവന്റെ കാര്യം ഞാൻ നോക്കാമെന്ന് പറയുന്നു. ഇതിനിടെ അരിസുവിനെ കാണിക്കുകയും അവൻ എങ്ങനെയെങ്കിലും അത് അഴിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുമ്പോൾ അവൻ തറയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതിനിടെ നിരാഗിയെ കാണിക്കുകയും അവൻ എല്ലാവരെയും സ്നൈപ്പർ വെച്ച് എല്ലാവരെയും വെടിവെച്ചിടുകയാണ്. ഇതിനിടെ അവന്റെ പഴയ കാലം ഓർക്കുകയും പണ്ട് വെറും പാവമായിരുന്നു അവനെ വെറുതെ എല്ലാവരും തല്ലുമായിരുന്നു. ശേഷം അവൻ വീണ്ടും വെടിവെച്ചിടാൻ നോക്കുമ്പോൾ ഷുൻഡാരോ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതേസമയം കുയിനെയും അഗൂനിയുടെ ശിങ്കിടിയും തമ്മിൽ നല്ല ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എത്ര വെട്ടിയിട്ടും അവൾക്ക് ഒന്നും കൊള്ളുന്നില്ല. അതോടെ അവൻ നിനക്ക് ഇതിനു മുന്നേ എന്തായിരുന്നു പണി എന്ന് ചോദിക്കുമ്പോൾ കുയിന പഴയ കാര്യം ഓർക്കുന്നു. കുയിന പണ്ട് ഒരു ആണായിരുന്നു, കെരാട്ടയിലൊക്കെ പുലി, അവന്റെ അച്ഛനായിരുന്നു കെരാട്ട മാസ്റ്റർ. ശേഷം അവൻ പെണ്ണായി മാറിയതാണ്. ശേഷം കാണിക്കുന്നത് ഷുൻഡാരോയാണ്. ഷുൻഡാരോയെ നിരാഗി വെടിവെക്കാൻ നോക്കുമ്പോൾ ഷുൻഡാരോ കാറൊക്കെ വലിച്ചെറിഞ്ഞ് ചാടി തീ പോകുന്ന ഒരു ഗണ്ണെടുത്ത് അവനെ ചുട്ടങ്ങ് കൊല്ലുന്നു. ശേഷം കാണിക്കുന്നത് അരിസു നിലത്ത് വീണ് കിടക്കുന്നതാണ്. ഇതിനിടെ അവൻ അവന്റെ ഫ്രണ്ട്സിനെ ഓർക്കുകയും അവന്റെ ഫ്രണ്ട്സ് മരിച്ചത് അവന് വേണ്ടിയാണെന്നും അവന് മനസ്സിലാവുന്നു. അതോടെ അവൻ തല നിലത്തിട്ട് ഉരച്ച് അവന്റെ വായുടെ പ്ലാസ്റ്റർ മുറിച്ചെടുക്കുന്നു. ശേഷം അവൻ ആരെങ്കിലും രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് ഉറക്കനെ വിളിച്ചു പറയുമ്പോൾ ഉസാഗി ഇത് പതിയെ കേൾക്കുകയും അത് എവിടെ നിന്നാ കേട്ടത്
പറയുന്നത് എന്ന് പറഞ്ഞ് അവൾ ശ്രദ്ധിച്ച് വീണ്ടും കേൾക്കാൻ നിൽക്കുന്നു. അതോടെ അവൾ ഓരോ വാതിലിനും ചെവി വെച്ച് നോക്കുകയും ഇതിനിടെ അവൾ അരിസുവിന്റെ സൗണ്ട് ഒരു വാതിലിന് അടുത്തു നിന്നും കേൾക്കുകയും അതോടെ അവൾ അത് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പൂട്ടിയിരിക്കുകയാണ്. ഇതിനിടെ അഗൂനിയുടെ ശിങ്കിടികൾ അങ്ങോട്ടേക്ക് തോക്കുമായി എത്തുകയും അതോടെ അവർ മറ്റൊരു റൂമിലേക്ക് ഓടിക്കയറുന്നു. ശേഷം ഉസാഗി ജനലിലൂടെ തുള്ളി അരിസുവിന്റെ റൂമിലേക്ക് കയറാൻ നോക്കുമ്പോൾ അഗൂനിയുടെ ആൾക്കാർ അവളെ വെടിവെക്കാൻ നോക്കുകയും ഇതിനിടെ പുതിയ പയ്യൻ അവനെ വലിച്ചിട്ട് അടിക്കുകയും അവൻ വീണ്ടും എഴുന്നേൽക്കുന്നതോടെ അവൻ കസേര വെച്ച് പുറത്ത് ഒരെണ്ണം കൊടുക്കുന്നു. അതോടെ മറ്റൊരുത്തൻ അവനെ വെടിവെക്കാൻ നോക്കുമ്പോൾ കൂടെയുള്ള പെണ്ണ് അവന്റെ തല അടിച്ചു പൊളിക്കുന്നു. അതോടെ ഉസാഗി അരിസുവിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിടെ ക്വീനയും ശിങ്കിടിയും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റിലാണ്. ഇതിനിടെ ക്വീന അവളുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ആലോചിക്കുകയും അമ്മയ്ക്ക് വേണ്ടി എനിക്ക് തിരിച്ചു പോകണമെന്ന് അവൾ മനസ്സിൽ കരുതുകയും ശേഷം അവൾ അവനെ അടിച്ചിടുകയും ചാവിട്ടി അവൻ തെറിച്ചു പോവുകയും ചെയ്യുന്നു. അതോടെ അവൻ നിലത്തേക്ക് വീഴുകയും ശേഷം അവൾ അവന്റെ തലക്കിട്ട് ഒരെണ്ണം ഇടിക്കുന്നതോടെ അവന്റെ ബോധം പോകുന്നു. അതോടെ അരിസുവിനെ ഉസാഗി റൂമിലേക്ക് ഇരുത്തുകയും ഇതിനിടെ പുതിയ പയ്യൻ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നു. ശേഷം അവർ അരിസുവിന് ഗെയിമിൽ ജോയിൻ ചെയ്യാനുള്ള ഫോണും കൊടുക്കുന്നു. ശേഷം അവനോട് ഗെയിമിനെ പറ്റിയുള്ള എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുകയും നമ്മൾ ഇതുവരെ കളിച്ച ഗെയിമിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഗെയിം ഇതാണെന്നും അരിസു പറയുന്നു. ശേഷം ഉസാഗി അഗൂനിയുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം വിച്ച് എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല എന്ന് അരിസു പറയുകയും ഇത് മനുഷ്യരുടെ ഫീലിംഗ്സ് വെച്ചിട്ടുള്ള കളിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഇരുന്ന് ആലോചിക്കുന്നു. ഇതേ സമയം ഒരുപാട് ആൾക്കാരെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് അഗൂനി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അഗൂനി പഴയകാലം ആലോചിക്കുകയും അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഹാറ്ററും അവനും ജോലി ചെയ്യുന്നതുമൊക്കെ അവൻ ആലോചിക്കുന്നു. ശേഷം വീണ്ടും അരിസുവിനെ കാണിക്കുകയും നമ്മൾ ഗെയിം മാസ്റ്റർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം. ഹാറ്റർ മരിച്ച ഉടനെയാണ് 10 ഓഫ് ഹാർട്സ് ഗെയിം ഈ വിച്ച് എന്ന പേരിൽ കൊണ്ടുവന്നത്. അങ്ങനെ ചെയ്യാൻ കാരണം അഗൂനിയുടെ വലയിൽ ഈ ബീച്ച് ആയാൽ എല്ലാവരെയും കൊല്ലുമെന്ന് ഗെയിം മാസ്റ്ററിന് അറിയാം എന്നൊക്കെ അരിസു പറയുകയും ചെയ്യുന്നു. ഇതേ സമയം ആൻ ആരാണ് വിച്ച് എന്ന് കണ്ടുപിടിക്കുകയും അത് പറയാൻ പോകുമ്പോൾ അവളെ ഒരുത്തൻ അടിച്ചിടുന്നു. ഇതിനിടെ അരിസു വീണ്ടും ആലോചിച്ച് പെട്ടെന്ന് എണീക്കുകയും വിച്ചാരാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നതോടെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസിന്റെ സീസൺ 1 ലാസ്റ്റ് എപ്പിസോഡാണ് ഇത്. ഇത് കഴിഞ്ഞ് സീസൺ 2 8 എപ്പിസോഡുകളോളം ഉണ്ട്. ഇതിന് നല്ല റെസ്പോൺസ് കിട്ടിയാൽ നമ്മൾ അത് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോ സീസൺ 1 എപ്പിസോഡ് 8 തുടക്കത്തിൽ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സിൽ ഒരുത്തി മരിച്ചില്ലേ, അവർ രണ്ടുപേരും ഗെയിമിൽ എത്തിയപ്പോൾ അവർക്ക് റോഡിൽ നിന്നും ഒരു ഫോൺ കിട്ടുകയും അത് ഓണാക്കി ഒരു വ്ളോഗും അവർ എടുക്കുന്നു. ടോക്കിയോയിലെ ആരെയും കാണാനില്ല എന്നൊക്കെ അവർ പറഞ്ഞ് കുറെ സംസാരിക്കുകയും ശേഷം അവർ വ്ളോഗ് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അവർ വീണ്ടും ഫോൺ ഓണാക്കി വീഡിയോ എടുക്കുന്നത് 5 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരാളെ കണ്ടിരുന്നു, എന്നിട്ട് അയാൾ ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ ഞങ്ങൾ അവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ ആ വ്ലോഗിൽ പറയുന്നു. ശേഷം അവർ ആ സ്ഥലത്തേക്ക് എങ്ങനെ പോകണം എന്ന് അവർ ആ വീഡിയോയിൽ എടുക്കുമ്പോൾ 8ാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്. 10 ഓഫ് ഹാർട്സ് ഗെയിം തുടങ്ങിയതിനു ശേഷം ബീച്ചിലെ ഭൂരിഭാഗ ആളുകളെയും കൊന്നുകളഞ്ഞു. ഇതിനിടെ അഗൂനി വീണ്ടും അവന്റെ ശിങ്കിടികളോട് എല്ലാവരെയും കൊല്ലാൻ പറയുമ്പോൾ ശിങ്കിടികളും ഇപ്പോൾ പേടിച്ചിരിക്കും. ശേഷം കൂടെയുള്ളവർ ഇനിയും ഞങ്ങളെ കൊണ്ട് കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ അഗൂനിയോട് പറയുമ്പോൾ അഗൂനി അവനെ ചവിട്ടിയിട്ട് അവനെ വെടിവെക്കാൻ നോക്കുമ്പോൾ ആരോ വെക്കരുത് എന്ന് പറയുന്നു. അഗൂനി നോക്കുമ്പോൾ അത് അരിസുവാണ്. അതോടെ അരിസു അവനോട് സംസാരിക്കുന്നു. നമ്മൾ ഇങ്ങനെ കൊന്നിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ വിച്ചല്ല എന്ന് നിനക്ക് അറിയാലോ, നീ എന്നെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ അരിസു പറയുകയും ശേഷം എന്റെ കൂടെ നിന്നാൽ നമുക്ക് വിച്ചിനെ കണ്ടെത്താമെന്നും അരിസു പറയുന്നു. അതോടെ അഗൂനി അവന്റെ അടുത്തേക്ക് വരികയും അവനെ അടിച്ചിടുന്നു. അതോടെ ഉസാഗി അഗൂനിയെ തടയാൻ നോക്കുകയും ഇതിനിടെ അഗൂനി ഉസാഗിയെയും അടിച്ചിടുന്നു. ശേഷം അവൻ വീണ്ടും അരിസുവിനെ തല്ലാൻ നോക്കുമ്പോൾ നീയാണ് എല്ലാവരെയും ഇങ്ങനെ തല്ലുന്നതും കൊല്ലുന്നതും, അതുകൊണ്ട് നീയാണ് വിച്ചെന്ന് ഉസാഗി അഗൂനിയോട് വിളിച്ചു പറയുന്നു. അതോടെ അഗൂനി അരിസുവിനെ അടിച്ചിട്ടതിന് ശേഷം അതെ ഞാനാണ് വിച്ചെന്ന് അഗൂനി പറയുന്നു. അതോടെ അഗൂനിയുടെ ശിങ്കിടികൾ വരെ അവന് നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതോടെ അഗൂനി വെടിവെക്കട എന്ന് ഉച്ചത്തിൽ പറയുമ്പോൾ അരിസു അവൻ വിച്ചല്ല എന്ന് പറയുകയും അഗൂനിയുടെ കണ്ണ് കണ്ടാൽ അറിയാം അവനാണ് ഹാറ്ററിനെ കൊന്നത്. എന്റെ സുഹൃത്തുക്കൾ മരിച്ചപ്പോൾ എന്റെ കണ്ണ് എങ്ങനെയായിരുന്നു അന്ന്, അങ്ങനെയാണ് ഇപ്പോൾ അഗൂനിയുടെ കണ്ണ്. കാരണം അഗൂനി അറിഞ്ഞുകൊണ്ടല്ല ഹാറ്ററിനെ കൊന്നത്. ഹാറ്റർ അഗൂനിയുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ആണെന്ന് പറയുകയും എനിക്ക് ബീച്ചിൽ വന്നപ്പോഴേ ആ കാര്യം മനസ്സിലായിരുന്നു. കാരണം ഇത്രയും ഗണ്ണും ആൾക്കാരുമൊക്കെ അഗൂനിയുടെ കയ്യിലാണ്. എന്നിട്ടും അഗൂനി ഹാറ്ററിനെ കൊന്നിട്ടില്ല. സത്യം പറഞ്ഞ നീ അവനെ സംരക്ഷിക്കുകയായിരുന്നു. നിനക്ക് ആദ്യമേ അറിയായിരുന്നു നിരാഗിയെ പോലുള്ള ആൾക്കാർ ബീച്ചിൽ വരുമെന്നും ഹാറ്ററിനെ കൊല്ലാൻ നോക്കുമെന്നും. നീ ഇല്ലായിരുന്നെങ്കിൽ ഹാറ്റർ പണ്ടേ മരിക്കേണ്ടതായിരുന്നു. നീ ഉള്ളത് കൊണ്ടാണ് അവൻ മരിക്കാതെ ഇരുന്നത്. പിന്നെ
എങ്ങനെയാണ് അവൻ മരിച്ചത് എന്ന് അരിസു ചോദിക്കുമ്പോൾ അഗൂനി പഴയ കാര്യം ഓർക്കുകയും ഹാറ്റർ ബീച്ച് എന്ന സ്ഥലം കണ്ടെത്തിയതോടെ ഇവിടെ നമുക്ക് ഭരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാർഡും ശേഖരിച്ച് ശരിക്കുമുള്ള ലോകത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ അഗൂനിയും കൂടെ നിൽക്കുന്നു. അങ്ങനെയാണ് അവർ ബീച്ച് എന്ന സ്ഥലം രൂപീകരിച്ചത്. ഇതിനിടെ ഹാറ്റർ ഗെയിം വിജയിച്ചിട്ടും കാർഡ് തരാത്ത ഒരുപാട് ആൾക്കാരെ കൊന്ന് കാർഡ് എടുക്കുന്നതൊക്കെ അഗൂനി കാണുന്നുണ്ട്. ഇതിനിടെ അഗൂനി വീണ്ടും ഓർമ്മയിൽ നിന്നും പുറത്തേക്ക് വരികയും അരിസുവിനെ വീണ്ടും അടിക്കാനും തുടങ്ങുന്നു. ശേഷം കാണിക്കുന്നത് ഹാറ്റർ മരിച്ചെന്ന് പറഞ്ഞില്ലേ ഒരു ഗെയിം കളിച്ചിട്ട്, ആ ഗെയിം ശരിക്കും ഹാറ്റർ വിജയിച്ചിരുന്നു. ശേഷം അന്ന് രാത്രി അഗൂനി ഹാറ്ററിനോട് നമുക്ക് ബീച്ച് വിട്ടു പോവാമെന്നൊക്കെ എത്രയോ തവണ പറഞ്ഞെങ്കിലും ഹാറ്റർ അതൊന്നും കാര്യമാക്കുന്നില്ല. ഇതിനിടെ അഗൂനി നിരാഗിയും പിള്ളേരും നിന്നെ ഇപ്പൊ അടുത്ത് കൊല്ലും, അതിനുവേണ്ടി അവർ കാത്തു നിൽക്കുകയാണ് എന്ന് അവൻ പറയുകയും നമുക്ക് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോകാമെന്ന് അഗൂനി പറയുമ്പോൾ ഹാറ്റർ ഗൺ എടുക്കുകയും ബീച്ചിന്റെ നിയമം തെറ്റിച്ചാൽ നിന്നെയും കൊല്ലുമെന്ന് ഹാറ്റർ പറഞ്ഞതിന് ശേഷം ഗൺ പൊട്ടിക്കുന്നു. അതോടെ അഗൂനി അവിടെ നിന്നും മാറി അവനെ വെടിവെച്ച് കൊല്ലുന്നു. ശേഷം അരിസു, നിന്റെ കൂട്ടുകാരൻ മരിച്ചതിന്റെ വിഷമത്തിലാണ് നീ ഈ ബീച്ചിലെ എല്ലാവരെയും കൊല്ലുന്നത് എന്നൊക്കെ അരിസു പറയുമ്പോൾ അഗൂനി സങ്കടത്തോടെ അവനെ തള്ളിയിടുന്നു. ഇതിനിടെ ആൾക്കാരൊക്കെ ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. അതോടെ ആരായിരിക്കും മന്ത്രവാദിനി എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രവാദിനി ദേ അവൾ തന്നെയാണ് എന്ന് അരിസു പറയുകയും അവൾ സ്വയം മരിച്ചതാണെന്ന് അരിസു പറയുന്നു. ഇതിനിടെ അഗൂനി ഹാറ്ററിനെ കൊന്ന സങ്കടത്തിൽ അവനും മരിക്കാൻ വേണ്ടി എന്നെ ധൈര്യമുണ്ടെങ്കിൽ തല്ലട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പിടിച്ചു തല്ലുന്നു. അതോടെ എല്ലാവരും അഗൂനിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ അഗൂനി കരഞ്ഞുകൊണ്ട് ഹാറ്ററിനെ കൊന്ന കാര്യം ഓർക്കുകയും അവൻ ഹാറ്റർ വെടിവെച്ച ഗൺ എടുത്തു നോക്കുമ്പോൾ അതിൽ ബുള്ളറ്റ് ഇല്ല. ഹാറ്റർ ചുമ്മാ അവനെ പറ്റിക്കാൻ വേണ്ടി വെടിവെച്ചതാണ്. അതോടെ അവന് അതൊക്കെ കണ്ട് വല്ലാതെ സങ്കടപ്പെടുന്നു. ശേഷം കാണിക്കുന്നത് അഗൂനിയെ എല്ലാവരും കൂടി തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മരിച്ചുപോയ പെൺകുട്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരികയും ഈ ഗെയിമിന്റെയൊക്കെ ഡീലർ ഞാനാണെന്ന് പറയുന്നതോടെ മുകളിൽ നിന്നും ലേസർ വരികയും അവൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതോടെ ഇതൊക്കെ കണ്ട് എല്ലാവരും ഷോക്കായിരിക്കുകയാണ്. ഇതിനിടെ ആൻ അങ്ങോട്ടേക്ക് വരികയും കൊല്ലപ്പെട്ട പെൺകുട്ടി സ്വയം കുത്തി മരിച്ചതാണ്, അവളുടെ ഫിംഗർ പ്രിന്റ് തന്നെയാണ് ഈ കത്തിയിൽ ഉള്ളത് എന്നും ആൻ പറയുന്നു. ഇതിനിടെ അരിസു എഴുന്നേറ്റ് നിന്ന് ഇനിയെങ്കിലും ആരെയും കൊല്ലാതെയിരിക്കുക, ഇനിയും എനിക്ക് ഇങ്ങനെ മരിക്കുന്നത് കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് അവളെ കത്തിച്ച് ഗെയിം അവസാനിപ്പിക്കാനും പറയുന്നു. ഇതിനിടെ ബീച്ചിന് തീ പിടിക്കുകയും അത് ഇട്ടത് നിരാഗിയാണ്. നേരത്തെ ശുൻഡാരോ അവനെ തീ കൊണ്ട് പൊള്ളിച്ചതാണ്, പക്ഷേ അവൻ അതിലൊന്നും മരിച്ചിട്ടില്ല. ശേഷം അവൻ വീണ്ടും അങ്ങോട്ടേക്ക് വരികയും വീണ്ടും ഗണ്ണെടുത്ത് ആൾക്കാരെയൊക്കെ കൊല്ലാൻ തുടങ്ങുന്നു. അതോടെ എല്ലാവരും ഓടുകയും ഇതിനിടെ അവൻ അരിസുവിനെയും ഉസാഗിയെയും കാണുന്നതോടെ അവൻ അവരെ വെടിവെക്കുന്നു. പക്ഷേ ഇതിനിടെ അഗൂനി അങ്ങോട്ടേക്ക് വരികയും എല്ലാ ബുള്ളറ്റും അവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് അവനെ എടുത്ത് ഓടിക്കൊണ്ട് തീയിലേക്ക് ചാടുന്നു. അതോടെ അഗൂനിയും മരിച്ചിരിക്കുകയാണ്. ഇതിനിടെ ഗെയിം അവസാനിക്കാറായി എന്ന് മെസ്സേജ് വരികയും അതോടെ അവർ വേഗം തന്നെ പെൺകുട്ടിയുടെ ബോഡി എടുത്ത് തീയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനിടെ അരിസു മരിച്ച പെൺകുട്ടിയുടെ ഫോൺ നോക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫോണാണ് അത്. അതോടെ അവൻ അത് എടുത്തു വെക്കുന്നു. ശേഷം പെൺകുട്ടിയെ അവർ തീയിടുകയും കൂടെ ബീച്ചും കത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ദൂരെ നിന്നും നോക്കിക്കാണുന്നു. ഇതിനിടെ ശുൻഡാരോ കത്തിക്കൊണ്ടിരിക്കുന്ന ബീച്ചിൽ നിന്ന് ഗെയിം ജയിച്ച 10 ഓഫ് ഹാർട്സിന്റെ കാർഡ് എടുക്കുന്നു. ശേഷം കാണിക്കുന്നത് അരിസുവിനെയും ഉസാഗിയെയും ആണ്. അവർ രണ്ടുപേരും മരിച്ച പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അവരെടുത്ത ഒരു വീഡിയോ കാണുകയും ഞങ്ങൾക്കിപ്പോൾ പുതിയ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സബ്വേ സ്റ്റേഷനിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് അവർ വീഡിയോ എടുക്കുകയും ട്രെയിനിന്റെ പാളത്തിലൂടെ കുറച്ച് നടന്ന് ഒരു ഡോറിന്റെ അടുത്ത് എത്തുന്നു. ശേഷം ഒരു പാസ്വേഡ് അവർ അടിക്കുന്നതോടെ ഒരു ഡോർ തുറക്കുകയും അവർ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. ശേഷം അവർ കാണുന്നത് ഓരോരുത്തരും ഗെയിം കളിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ കണ്ട് അവിടെയുള്ള ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ആൾക്കാരും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ആഘോഷിക്കുകയാണ്. ഇതൊക്കെ അരിസുവും മുസാഗിയും കണ്ട് ഞെട്ടിപ്പോകുന്നു. ഇതിനിടെ അരിസു ഇവരാണോ ഗെയിം മാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു വീഡിയോ അതിൽ കാണുകയും അത് പ്ലേ ചെയ്യുന്നതോടെ അവർ രണ്ടുപേരും ഞങ്ങൾ കാരണമാണ് ഇത്രയും ആൾക്കാർ മരിക്കുന്നത് എന്നൊക്കെ അതിൽ പറയുകയും ഇനിയും ഞങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കരയുകയും അവർ സ്വയം ആശ്വസിക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് അരിസുവും ഉസാഗിയും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അവർ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഡോറൊക്കെ തുറന്ന് അങ്ങോട്ടേക്ക് കയറുകയും അവർ നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നതും അവർ കാണുന്നു. എല്ലാവരും ലേസർ അടിച്ചാണ് മരിച്ചത്. ഇതിനിടെ അവർ നോക്കുമ്പോൾ ശുൻഡാരോയും കുയിനെയും ഇറങ്ങി വരുന്നത് അവർ കാണുന്നു. ഇതിനിടെ അരിസു നീ എങ്ങനെ എവിടെ കണ്ടുപിടിച്ചേ എന്ന് ശുൻഡാരയോട് ചോദിക്കുമ്പോൾ ടാഗർ ഗെയിമിൽ നിന്നും എനിക്ക് ടാഗറിന്റെ കയ്യിൽ നിന്നും ഒരു വരഞ്ഞ പേപ്പർ കിട്ടിയായിരുന്നു, അത് ഞാൻ ഒരുപാട് നോക്കിയപ്പോൾ അത് ഇങ്ങോട്ടേക്കുള്ള ഒരു മാപ്പായിരുന്നു എന്ന് ശുൻഡാരോ പറയുകയും കാർഡ് മുഴുവൻ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് എന്ന് പറയുകയും ഈ ഗെയിം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്നും ശുൻഡാരോ പറയുന്നു. ശേഷം നമ്മൾ ഗെയിമിൽ ജയിച്ചതോടെ ഗെയിം മാസ്റ്റേഴ്സ് മരിച്ചു എന്നും അവർ പരസ്പരം പറയുകയും ഇതിനിടെ അവിടെ ഇലക്ട്രിസിറ്റി ഓണാവുകയും അവിടെയുള്ള മുഴുവൻ സ്ക്രീനും ഓണാവുകയും ചെയ്യുന്നു. ശേഷം അതിൽ ഒരു പെണ്ണ് വന്ന് സംസാരിക്കുകയും അവർ നോക്കുമ്പോൾ അത് ഹാറ്ററിന്റെ കൂടെ നിന്ന മിറ എന്ന പെൺകുട്ടിയാണ്. ഇവളാണോ ഗെയിം മാസ്റ്റർ എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം അവൾ നിങ്ങളാണ് ഗെയിമിൽ വിജയിച്ചത് എന്നൊക്കെ പറയുകയും അവർ മുന്നേ കളിച്ച ഗെയിമൊക്കെ അതിൽ പ്ലേ ആവുകയും നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ മരിക്കുന്നത് കാണാൻ എന്ത് രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ ചിരിക്കുന്നു. ശേഷം അവൾ നിങ്ങൾ ഗെയിം ജയിച്ചത് കൊണ്ട്
നിങ്ങൾക്ക് വലിയ ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറയുകയും നാളെ മുതൽ പുതിയ ഗെയിംസ് ആരംഭിക്കുമെന്നും അവൾ പറയുന്നു. അതോടെ ഇതൊക്കെ കേട്ട് അരിസുവും എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ശേഷം പുറത്ത് വലിയ ഫയർ വർക്സ് നടക്കുന്നു. അതോടെ അവർ പുറത്തേക്കിറങ്ങി മുകളിലേക്ക് നോക്കുമ്പോൾ പുതിയ ഗെയിംസിന്റെ കാർഡ് വരികയും അത് അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സീസൺ 1 അവസാനത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ സീരീസിന് ഒരു സീസൺ 2 കൂടെ ഉണ്ട്. ഈ കൊല്ലം ഇതിന്റെ സീസൺ 3 ഇറങ്ങുമെന്നുള്ള റൂമറും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത ഇതിന്റെ സീസൺ 1 നല്ല റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ സീസൺ 2 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു പുതിയ സിനിമയുമായിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം ആർ എൻ.